അത് ഇത്ര അറബിക് കോളേജ് വേണം, ഇത്ര പള്ളി ദർസ് വേണം, ഇത്ര മദ്രസകൾ വേണം എന്നൊന്നും എവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ ഒരു ദീനീ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അത് സമസ്തയുടെ ലേബലിലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ, അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതിന്റെ തീരുമാനങ്ങൾ ബാധകമാകുന്ന വിധത്തിലേ പ്രവർത്തിക്കാവൂ. കാരണം എന്താണ്? അത് സമസ്തയുടെ സ്ഥാപനമാണെന്ന വിശ്വാസത്തിലാണ് രക്ഷിതാക്കൾ അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്നത്. അത് സമസ്തയുടെ സ്ഥാപനമാണെന്ന വിശ്വാസത്തിലാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം CAC-യുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ വാഫി വഫിയ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുന്ന കാലത്ത് അതിന്റെ പരസ്യങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ വന്നിരുന്നു. വിദ്യാർത്ഥികളെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അഡ്മിഷന് വേണ്ടി അപേക്ഷ ക്ഷണിക്കുന്ന പരസ്യങ്ങൾ വന്നിരുന്നു. ആ പരസ്യത്തിന്റെ തലവാചകം എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ്. എന്തിനാ അങ്ങനെ പരസ്യം കൊടുക്കുന്നത്? രക്ഷിതാക്കൾ മനസ്സിലാക്കും, ഇത് സമസ്ത അംഗീകരിച്ച സിലബസ് അനുസരിച്ചാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിശ്വസിക്കാം, ഇവിടെ ദീൻ പഠിക്കാം, ഇവിടെ ഒന്നും സംശയിക്കേണ്ടതില്ല. കാരണം എന്താണ്? ആ സിലബസ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ചതാണ്. അങ്ങനെയല്ലേ പരസ്യവാചകം വന്നിരുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പരസ്യം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു. സമസ്ത പ്രോത്സാഹിപ്പിച്ചു, സമസ്തയുടെ കീഴ്ഘടകങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ പ്രാദേശികമായ സംഘടനാ പ്രവർത്തകരും മഹല്ല് ഭാരവാഹികളും ഖത്തീബുമാരും ഒക്കെ ആ സ്ഥാപനങ്ങളുടെ അഡ്മിഷന്റെ സമയം വരുന്ന സമയത്ത് വെള്ളിയാഴ്ച പള്ളികളിൽ പ്രസംഗിക്കും. അവിടേക്ക് പരമാവധി കുട്ടികളെ ചേർക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. കാരണം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും മികവുറ്റ ഒരു മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനം. അവിടേക്ക് പരമാവധി കുട്ടികളെ പറഞ്ഞയക്കണം. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ മാതൃകായോഗ്യരായി പഠിച്ച് പുറത്തു വരണം. അപ്പൊ ആ താല്പര്യം കൊണ്ടാണ് എല്ലാവരും അതിനെ പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറായി. പക്ഷേ സമസ്തയുടെ മഹാന്മാരായ നേതാക്കന്മാർ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആ ദൗത്യം അത് കൊണ്ടു നടന്ന ആളുകൾ വളരെ തന്ത്രപരമായി, വളരെയധികം വഞ്ചനാപരമായ കബളിപ്പിക്കലിലൂടെ ചില അപകടകരമായ തലങ്ങളിലേക്കുള്ള ചില കള്ളക്കളികൾ അവിടെ നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ മാത്രം ഉയർന്നു വന്ന മറ്റൊന്നിന്റെയുമല്ല, വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഞാൻ പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിലല്ലാതെ മറ്റൊന്നിന്റെയും പേരിലല്ല ആ സംവിധാനം ഉയർന്നു വന്നത്. എന്നിട്ട് അങ്ങനെ ഉയർന്നും വളർന്നും വന്ന് അത്യാവശ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും സംവിധാനങ്ങളും ബിരുദധാരികളൊക്കെ ആയി പുറത്തു വന്നപ്പോ ആരും അറിയാതെ തന്ത്രപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ഒരു ബന്ധവുമില്ലാത്ത വിധം അതിന്റെ നിയമാവലി ഭേദഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് മലയാളത്തിൽ പ്രയോഗിക്കേണ്ട ഭാഷ? അത് സംഭവിച്ചു എന്ന് നമ്മൾ ആരോപിക്കുന്നതല്ല. ഇപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്ന ആൾ പറയുന്ന പ്രയോഗം എന്താണ്? ഇതൊരു സെപ്പറേറ്റ് എന്റിറ്റിയാണ്. ഇതിന്റെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് അതിന്റെ ജനറൽ ബോഡിയാണ്. അതിന്റെ ജനറൽ ബോഡി ആരുടെ കീഴിലാണ്? ആരുടെയും കീഴിലല്ല. കാരണം എന്താണ്? അതിന്റെ ഉത്തരവാദിത്ത ബോഡി അതിന്റെ ജനറൽ ബോഡിയാണ്. അവിടെ സമസ്തക്ക് റൈറ്റ് ഇല്ല. നിങ്ങൾ ആലോചിക്കണം, ഇത് കൊടും ചതി എന്നല്ല പറയാ. നിങ്ങളുടെ ആലുവയിലൊക്കെ മുനമ്പം കയ്യേറ്റം ചർച്ച ചെയ്ത് കൊടുക്കുന്ന കാലാണ്. അതേപോലെ കയ്യേറ്റല്ലേ ഇവിടെ നടന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ തണലിലും മേൽവിലാസത്തിലും വളർന്നു പന്തലിച്ച് ആളും അർത്ഥവും സംവിധാനങ്ങൾക്കുമായി മാറുമ്പോ ആ സംഘടനയോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുക, അതിന്റെ ഭരണഘടന ഭേദം ചെയ്തിട്ട് അവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു റൈറ്റുമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക. എങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ മാനിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അകന്നു നിന്നെങ്കിലും ഈ പ്രസ്ഥാനം മഹത്തായ ഒരു സംവിധാനമാണെന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട സമീപനത്തെ സ്വീകരിക്കാൻ കഴിയുമോ, അംഗീകരിക്കാൻ കഴിയുമോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റൊക്കെ നടക്കുന്ന സമയത്ത് വളരെ നിഷേധാത്മകമായ സമീപനം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് വളരെ നിഷേധാത്മകമായ സമീപനം. പക്ഷെ അപ്പോഴും നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ അതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ ശരിയായിക്കൊള്ളും, സംസാരിച്ച് ശരിയാക്കാം, ഘട്ടം ഘട്ടമായി അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാം. കാരണം ഒരു നല്ല സംവിധാനത്തെ നമ്മളായിട്ട് അതിന് പ്രയാസം ഉണ്ടാക്കണ്ട. 3 വർഷത്തിലധികം നമ്മുടെ ഉസ്താദുമാർ ക്ഷമിച്ചും സഹിച്ചും കാത്തിരുന്നു. എത്രയെത്ര ചർച്ചകൾ! നമ്മുടെ ആദരണീയരായ രോഗികളായ പ്രയാസപ്പെടുന്ന നമ്മുടെ ഉസ്താദുമാർ എത്ര മണിക്കൂറുകളോളമാണ് അത്തരം ചർച്ചകൾക്ക് വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ സമയം ചെലവഴിച്ചത്. ആ ചർച്ചകളിലെല്ലാം നിഷേധാത്മകമായ സമീപനം. ആ ചർച്ചകൾക്കൊക്കെ സമീപിക്കുമ്പോൾ അതിനുള്ള പ്രതികരണം എന്താണ്? എനിക്ക് നേർക്കുനേർ സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ കത്ത് തന്നാൽ ഞാൻ തിരിച്ചു മറുപടി തരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കിങ്ങനെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, വേണമെങ്കിൽ നമുക്ക് വാദപ്രതിവാദമാകാം. ഇങ്ങനെയാണോ ഒരു പണ്ഡിത സഭയോട് സമീപിക്കേണ്ടത്? അപ്പൊ അത്തരം ആളുകൾ ഈ പണ്ഡിത സഭയെ കാണുന്ന സമീപന രീതി എന്താണ്? വളരെ മോശമായ ഇത്തരം സമീപനങ്ങൾ. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് കരുതി മധ്യസ്ഥന്മാർ രംഗത്തിറങ്ങി. ആദരണീയനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ
ആദരണീയനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സമസ്തയുടെ ആദരണീയരായ പണ്ഡിതന്മാർ, ഇവരെല്ലാം നിരവധി തവണ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആവശ്യങ്ങൾ മാനിച്ചുകൊണ്ട് CAC എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്ന വിധം പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫോർമുല തയ്യാറാക്കി. ആരാ തയ്യാറാക്കുന്നത്? സമസ്തയുടെ പണ്ഡിതന്മാർ, പാണക്കാട് സയ്യിദന്മാർ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. ഈ വിഷയത്തിൽ പിന്നെ മറ്റൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഇവരിരുന്നിട്ട് ഒരു 9 പ്രശ്ന പരിഹാര ഫോർമുല തയ്യാറാക്കി. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? ഈ ഫോർമുല തയ്യാറാക്കപ്പെട്ടത് ഇത് സമസ്ത കേരള ജംഇയ്യത്തുലും അംഗീകരിക്കുക, അതോടൊപ്പം CACയുടെ സെനറ്റും അംഗീകരിക്കുക. രണ്ടു കൂട്ടരും ഈ പ്രശ്നപരിഹാര ഫോർമുല അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവസാനിച്ചു. പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ കൂടുതൽ ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഈ 9 ഫോർമുല സമസ്തയുടെ മുഷാവറയിൽ അവതരിപ്പിച്ചു. ഉസ്താദുമാർക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. കാരണം എന്താണ്? സമസ്തയുടെ ഉന്നത നേതാക്കൾ, പാണക്കാട് തങ്ങന്മാർ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എല്ലാവരും കൂടിയിരുന്ന് തയ്യാറാക്കിയ ഒരു ഫോർമുലയാണ്. അതിൽ ഖൈറുണ്ടാകും, അതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാം. അവിടെ ചർച്ച പോലും ആവശ്യമില്ല. ആദരണീയരായ സമസ്തയുടെ മുഷാവറ അത് അംഗീകരിച്ചു. അതേപോലെ സെനറ്റും ആ ഫോർമുല അംഗീകരിച്ച് അത് രേഖാമൂലം സമസ്തക്ക് കൈമാറിയാൽ ആ നിമിഷം ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചു. സെനറ്റ് അംഗീകരിച്ചു എന്ന് പത്രത്തിൽ കൊടുത്തു. ഈ ഫോർമുല സെനറ്റ് അംഗീകരിച്ചു എന്ന് പത്രത്തിൽ കൊടുത്തു. പക്ഷേ അത് അംഗീകരിച്ച് മുഷാവർക്ക് സമർപ്പിച്ച രേഖയിൽ ഈ 9 ഫോർമുലയും 9 വ്യവസ്ഥകളും വളച്ചൊടിച്ച് വികലമായി ചിത്രീകരിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതമായ നേതൃത്വത്തെ, ഈ ഫോർമുല ഉണ്ടാക്കിയ മധ്യസ്ഥന്മാരെ പരിഹസിക്കുന്ന രീതിയിലാണ് ഈ വിഭാഗം കൈകാര്യം ചെയ്തത്. ഉസ്താദുമാർ അവിടെയും ആ വിഷയം അവസാനിപ്പിച്ചില്ല. എന്നാലും ഒന്നുകൂടെ നമുക്ക് ചർച്ച ചെയ്യാം, ഒന്നുകൂടെ നമുക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഇത് സംബന്ധമായിട്ട് ഈ ഫോർമുല ധിക്കാരപൂർവ്വം തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ഉസ്താദുമാർ ഇരുന്നു. അവർ വീണ്ടും ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് അടുക്കുമെന്ന് സംശയിച്ച ഈ കൂട്ടർ ഇവരെന്ത് ചെയ്തു? 4 മണിക്ക് അതിന് ചർച്ച നടക്കാൻ വേണ്ടി പോവാണ്. 2:30 മണിയാകുമ്പോ ഈ വിവാദ കഥാപാത്രത്തെ ജനറൽ സെക്രട്ടറി ആക്കിയിട്ട് പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ച് പത്രം കൊടുത്തു. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് 1% മനസ്സിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, വലിയ സത്യസന്ധതയും ശുദ്ധീകരണ പ്രക്രിയയൊക്കെ പറയുന്നുണ്ടല്ലോ, 1% ഞാൻ ആദരിക്കുന്നു എന്ന് പറയുന്ന, അങ്ങനെയാണല്ലോ ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിം ലീഗിനെ മാനിക്കുന്നവരാണ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ആ പാണക്കാട് തങ്ങന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഫോർമുലയെ അംഗീകരിക്കണമെന്ന് 1% മനസ്സിൽ താല്പര്യമുള്ളവരാണെങ്കിൽ 4 മണിക്ക് ചേരാനിരിക്കുന്ന മീറ്റിംഗിന്റെ തൊട്ട് മുമ്പ് 2:30 മണിക്ക് ആ കമ്മിറ്റി പ്രഖ്യാപനം ഏകപക്ഷീയമായി നടത്തുമായിരുന്നോ? എന്താണ് താല്പര്യം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം ആളുകളെ, അവർക്ക് സംഭവിച്ച അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യം അത്തരം ആളുകളെ സംഘടനയിൽ തന്നെ മാറ്റി നിർത്തി. പിന്നീടായിരുന്നു ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്തിമമായ തീർപ്പ് കൽപ്പിച്ചു. അത് ജനങ്ങളെ അറിയിച്ചു, പത്രപ്രസ്താവന അറിയിച്ചു. ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും മറ്റൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിദഈ പ്രസ്ഥാനക്കാർ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തോടും ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാരും അവരോടും സ്വീകരിക്കുന്ന സമീപനം അതേ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർ യാഥാസ്ഥികരെന്ന് വിളിക്കുന്ന ആരാണ്? ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർക്കിടയിൽ, സുന്നികൾക്കിടയിൽ ശുദ്ധീകരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആരാണ്? കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശുദ്ധീകരിക്കണമെന്ന് പറയാൻ മാത്രം ദാർഢ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ഒരു മനുഷ്യൻ ഈ രീതിയിൽ അനാവശ്യമായ രീതിയിൽ പോരാടിയാൽ ആ മനുഷ്യന് സംഭവിക്കാവുന്ന അധപ്പതനത്തിന്റെ തുടക്കമാണ് ആ ഭാഷയിലൂടെയും ശൈലിയിലൂടെയും കാണാൻ പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഈ വിഭാഗം ഏത് തലത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടതിന്റെ ഒരൊറ്റ ഉദാഹരണം, ഒരു പത്രവാർത്ത ഞാൻ വായിക്കാം. ഇവിടെ മാധ്യമം പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഈ വിഭാഗത്തിന്റെ റൂട്ട് ഏതാണ്? ഞാൻ ആരോപിക്കുന്നതല്ല, റൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പത്രവാർത്ത ഞാൻ വായിക്കുന്നു. ആ വാർത്തക്ക് ഞാൻ വ്യാഖ്യാനം നൽകുന്നില്ല, വ്യാഖ്യാനം നിങ്ങൾക്ക് വിട്ടു. ആലുവയിൽ നിന്നുള്ള വാർത്തയാണ്, അതുകൊണ്ടാണ് വായിക്കുന്നത്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ യൂസുഫ് ഹുസൈൻ അഹമ്മദ് അൽ അസ്ഹരി ആലുവ അസ്ഹറുൽ ഉലൂം കോളേജ് ശരീഅത്ത് വകുപ്പ് മേധാവിയായി ചുമതലയേറ്റു. ഒരു വാർത്തയാണ്. ഈ വാർത്തയുടെ അവസാനം പറയാണ്, ഞാൻ വായിച്ച സ്ഥാപനം ഏതാന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ വാർത്തയുടെ അവസാനം പറയാണ്, 2019 കേരളത്തിലേക്ക് മടങ്ങിയ അദ്ദേഹം, ഈ അസ്ഹരി, കാളികാവ് വാഫി PG ക്യാമ്പസിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾ, കർമ്മശാസ്ത്ര തത്വങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങൾ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നമ്മളൊന്നും ആരോപിക്കുന്നില്ല.
നമ്മൾ അന്നും ആരോപിക്കുന്നില്ല. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഏത് ആശയഗതിക്കാരായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന പത്രവാർത്തയാണ്. അവിടുത്തെ കുട്ടികൾക്ക്, അതും PG വിദ്യാർത്ഥികൾക്ക്, ആ PG വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് എടുക്കാൻ വന്ന ആളല്ല, കണക്കും സയൻസും ക്ലാസ് എടുക്കാൻ വന്ന ആളല്ല, ശരീഅത്ത് വകുപ്പിന്റെ മേധാവിയായിട്ടാണ് ചുമതലയേൽക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും.